ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വർക്ക് പറഞ്ഞത് ഫോർച്യൂണർ കേട്ടോ. ഫോർച്യൂണറിൽ കസ്റ്റമർ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ കസ്റ്റമർക്ക് വണ്ടിക്ക് തീരെ പുള്ളിങ്ങില്ല, മൈലേജ് ഭയങ്കരമായിട്ട് ഷോർട്ട് ഉണ്ട് കേട്ടോ. അതാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ്. അങ്ങനെ നമ്മൾ ജസ്റ്റ് തോട്ടി പൊടി ഒന്ന് അഴിച്ചു നോക്കിട്ടോ. തോട്ടി പൊടി അഴിച്ച് നോക്കുമ്പോൾ ഭയങ്കര കരിയുന്നു കേട്ടോ. അപ്പോൾ തോട്ടി പൊടി അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചു നോക്കിയപ്പോൾ മാനിഫോളിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ അത്രയും കട്ട കുത്തി കിടക്കുന്നുണ്ടോ. ഏകദേശം ഒരു 3 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ട്. ഇതുവരെ എന്തായാലും അത് അഴിച്ച് ക്ലീൻ ചെയ്തില്ല. അതാണ് ആ മാനിഫോളിൻ്റെ അകത്ത് അത്രയും കട്ടയ്ക്ക് കരിയുന്നുണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ അകത്ത് നല്ലപോലെ കാർബൺ ഡെപ്പോസിറ്റ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ത്രോട്ടിൽ പൊടി അയച്ച് ക്ലീൻ ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ജെറും ഇപ്പം അത് അയച്ച സമയത്ത് നമ്മൾ കണ്ടാണ് കേട്ടോ. മാനിഫോളിൻ്റെ അകത്തേക്ക് പോകാൻ ഭാഗത്തുണ്ടോ കട്ടയ്ക്ക് അരി കുത്തി കിടക്കണം. അപ്പോൾ അതോടെ കസ്റ്റമറെ വിളിച്ച് കാണിച്ചു കൊടുത്ത് മാനിഫോളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ കസ്റ്റമറെ അപ്രൂവൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂളറും കാര്യങ്ങളൊക്കെ കഴിക്കണം. മാനിഫോൾഡ് അയച്ച് എന്താ ക്ലീൻ ആകും. ആ മാനിഫോൾഡ് അയക്കാതെ ഇപ്പോൾ തോട്ടിപ്പൊടി അയച്ച് ക്ലീൻ ചെയ്ത് ഒരു കാര്യമില്ല. പുള്ളിങ് കാര്യങ്ങൾ ഒരിത്തിരി കൂടും. പിന്നെ മൈലേജ് അത്ര കണ്ട് കൂടുന്നില്ല. എന്തായാലും മാനിഫോൾഡ് അയച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് ഷോട്ടും പുള്ളിങ് നല്ല ഒരു പക്കയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അയക്കണം എന്നുണ്ടെങ്കിൽ തന്നെ കുറേ ഭാഗങ്ങൾ അയക്കാണ്ട്. ഇഞ്ചക്ടറിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ അഴിക്കാണ്ട്. അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനിഫോൾഡ് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വാൽക്കാർ പാക്കിങ് മാറുന്നുണ്ടാവും. അവിടെ ഓയിൽ ലീക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും വാൽക്കാർ പാക്കിങ് മാറുന്നുണ്ട്. ഇഞ്ചക്ടറിൻ്റെ ലൈനും കാര്യങ്ങളും എന്തായാലും അഴിക്കണമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ വാൽക്കാറിൻ്റെ പാക്കിങ്ങും കൂടി മാറുന്നുണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ അഴിക്കാണ്ട്. അപ്പോൾ മാനിഫോൾഡും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട് കയറി കിടക്കണം. കിലോമീറ്റർ മറിച്ചിട്ടുണ്ട്. ഇത് സെക്കൻഡ് എടുത്താണ് കിലോമീറ്റർ മറിച്ചിട്ടുണ്ട്. കസ്റ്റമർ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. പറഞ്ഞാൽ വണ്ടിക്ക് മൈലേജും പുള്ളിയും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്തേ പറ്റൂ. ആ ഒരു കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മാനിഫോൾഡും കാര്യങ്ങൾ അയച്ചിട്ടുണ്ട്. മാനിഫോൾഡ് ഇതാ ഇതിനകത്തിൽ കട്ട കുത്തി കിടക്കണം കയറി കേട്ടോ. അത്രയ്ക്കും കട്ട കുത്തി കിടക്കുകയാണ്. അതിൻ്റെ എയറിൻ്റെ റേഷ്യോ കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് മൈലേജ് ഷോട്ടും കാര്യങ്ങളും വരുന്നത് കേട്ടോ. പിന്നെ ഇതെല്ലാം ഡീസൽ ഒഴിച്ച് ഈ കരിയും കാര്യങ്ങളൊക്കെ കുത്തിയെടുത്തിട്ട് വാട്ടർ വാഷ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല പക്കയായിട്ട് ക്ലീനാക്കി എടുത്തു കഴിഞ്ഞാൽ കസ്റ്റമറെ കംപ്ലയിൻറ്റ് പക്കയായിട്ടാണ് മാറിക്കിട്ടും. ഇതാണ് കാർബൺ ഡെപ്പോസിറ്റ് അടഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനോവയിൽ ഇതേപോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ലപോലെ കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വർക്ക് ചെയ്ത് ഞങ്ങൾക്ക് നല്ല കണ്ടീഷൻ വണ്ടി കിട്ടും. അതായത് മൈലേജ് ഷോട്ട്, പുള്ളിങ് കുറവ്, ഈ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കിട്ടും. അപ്പോൾ കുളറും കാര്യങ്ങളൊക്കെ അഴിച്ച് ഇനി ഇതേപോലെ എയറും കാര്യങ്ങളൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് റെഡിയാക്കി തിരിച്ച് ഫിറ്റ് ചെയ്യണം.